നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ശരിക്കും സിംഹള വീര്യത്തിൽ പാകിസ്ഥാൻ നടുങ്ങിപ്പോയി. പേരിന് ഒരു 5 റൺസിന് ജയിച്ചെങ്കിലും വേൾഡ് കപ്പിൽ നിന്ന് പാകിസ്ഥാൻ ഇതാ സെമി കാണാതെ പുറത്തായിരിക്കുന്നു. ന്യൂസിലാൻഡ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലിന് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നു. മത്സരത്തിൽ 5 റൺസിനാണ് പാകിസ്ഥാൻ ജയിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 212 റൺസ് അടിച്ചപ്പോൾ കരുത്തോടെ തിരിച്ചടിച്ച ശ്രീലങ്ക 20 ഓവർ പൂർത്തിയാകുമ്പോൾ 6 വിക്കറ്റിന് 207 റൺസിലേക്ക് എത്തിയിരുന്നു. എന്നാൽ 5 റൺസ് അകലെ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. പാകിസ്ഥാൻ ജയിച്ചു. പാകിസ്ഥാൻ ഈ കളി വിജയിച്ചാൽ മാത്രം മതിയായിരുന്നില്ല, ശ്രീലങ്കയ്ക്കെതിരെ വമ്പൻ വിജയം നേടണമായിരുന്നു. അവരെ 147 റൺസിനെങ്കിലും ഒതുക്കണമായിരുന്നു. എങ്കിൽ മാത്രമേ പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. എന്ത് 147, 207 റൺസിലേക്കാണ് ശ്രീലങ്ക കുതിച്ചെത്തിയത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കിടിലൻ തുടക്കമായിരുന്നു. 16ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് അവർക്ക് നഷ്ടമാകുമ്പോൾ 176 റൺസ് സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സ്ഥിരം പാകിസ്ഥാൻ, അതായത് പിന്നാലെ വന്നവരൊക്കെ റണ്ണെടുക്കാതെ വളരെ ചുരുങ്ങിയ റണ്ണിന് മടങ്ങിപ്പോയി ഘോഷയാത്ര തന്നെ നടത്തിയപ്പോൾ 240 230 ഒക്കെ എത്തേണ്ടിയിരുന്ന പാകിസ്ഥാൻ്റെ സ്കോർ വെറും 212 റൺസിൽ ഒതുങ്ങി. അത് തന്നെ അവർക്ക് വലിയ തിരിച്ചടിയായിപ്പോയി. ഏതായാലും പാകിസ്ഥാന് വേണ്ടി ഫഖർ സമനും ഷെയ്ഖ്സാദ ഫർഹാനും ചേർന്ന് കിടിലൻ തുടക്കമിട്ടു. ഫഖർ സമൻ 42 പന്തിൽ 9 ഫോറും 4 സിക്സും അടക്കം 84 റൺസ് അടിച്ചപ്പോൾ ഷെയ്ഖ്സാദ ഫർഹാൻ 60 പന്തിൽ 9 ഫോറും 5 സിക്സും അടക്കം 100 റൺസാണ് അടിച്ചത്. കിടിലൻ ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹം ഈ വേൾഡ് കപ്പിലുടനീളം നടത്തിയത്. ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റണ്ണടിക്കുന്ന താരം, അതായത് T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും അധികം റണ്ണടിക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറി. സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് അദ്ദേഹം തിരുത്തി കുറിച്ചിട്ടുണ്ട്. ഈ 2 പേരൊഴികെ ബാക്കി ഒരു പാകിസ്ഥാനി ബാറ്ററും 2 അക്കം കണ്ടില്ല. അതായത് പാകിസ്ഥാൻ്റെ ഇന്നിങ്സിൻ്റെ ഫിനിഷിങ് പാളിയിടത്താണ് അവർ ഈ സെമി ഫൈനലും വേൾഡ് കപ്പും ഒക്കെ കൈവിട്ട് പോയത്. കോജ നഫായി 2 റൺസ്, ഷദബ് ഖാൻ 7 റൺസ്, നവാസ് ഡക്ക്, സൽമാൻ അലി ആഗ ഡക്ക്, ഉസ്മാൻ ഖാൻ 8 റൺസുമായിട്ട് പുറത്താകുന്നു. ഷെയ്ൻ ഷാ അഫ്രീദി 4, നസീം ഷാ 1. ഇങ്ങനെ പോയി അവരുടെ മറ്റു ബാറ്റർമാരുടെ സംഭാവന. അങ്ങനെ 20 ഓവർ പൂർത്തിയാകുമ്പോൾ 8 വിക്കറ്റിന് 212 റൺസിന് അവർ ഒതുങ്ങി. മധുഷാങ്ക 4 ഓവറിൽ 33 റൺസിന് 3 വിക്കറ്റ് ശ്രീലങ്കയ്ക്ക് വേണ്ടി എടുത്തു. മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ ശ്രീലങ്കയ്ക്ക് തിരിച്ചടിയേറ്റു. പഥും നിസാങ്കയെ നസീം ഷാ 3 റൺസിന് മടക്കി വിട്ടു. പക്ഷേ ബാക്കി വന്ന ബാറ്റർമാരൊക്കെ സ്കോർ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മിഷാര 15 പന്തിൽ നിന്ന് 26 റൺസ് അടിച്ചു. അസലങ്ക 18 പന്തിൽ നിന്ന് 25 റൺസ് അടിച്ചു. മെൻഡിസ് അബറാർ അഹമ്മദിൻ്റെ പന്തിൽ 3 റൺസുമായി ബൗൾഡായി. ലിയാനകെ 5 റൺസുമായി മടങ്ങിപ്പോയി. പക്ഷേ രത്നായകെ 37 പന്തിൽ നിന്ന് 58 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു. ക്യാപ്റ്റൻ ദാസുൻ ഷനാക്ക ശരിക്കും പാകിസ്ഥാനെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 31 പന്തിൽ നിന്ന് 2 ഫോറും 8 സിക്സും അടക്കം അദ്ദേഹം 76 റൺസുമായിട്ട് പുറത്താകാതെ നിന്നു. അബ്രാർ അഹമ്മദ് 4 ഓവർ 23 റൺസിന് 3 വിക്കറ്റ് എടുത്തു. പാകിസ്ഥാൻ ജയിച്ചു, ശരിയാണ്, 5 റൺസിന് ജയിച്ചു. പക്ഷേ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റാതെ സെമി ഫൈനലിലേക്ക് എത്താതെ അവരിതാ തലകുനിച്ച് വേൾഡ് കപ്പിൽ നിന്ന് പുറത്തായി മടങ്ങുന്ന കാഴ്ച. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.